ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ ഇന്നൊരു ഷോറൂമിൽ നിന്ന് ഒരു വണ്ടിയൊക്കെ എടുത്തിട്ടുണ്ട്. സ്കോർപ്പിയോ ആണ്, റെഡ് കളറാണ്. യെസ് ഗൈസ്, പുതിയ വണ്ടിയൊക്കെ എടുത്തിട്ടാണ്. അപ്പം ഇതിൻ്റെ കളർ റെഡാണ് ഗൈസ്. നമുക്കതൊക്കെ മോഡിഫൈ ചെയ്യണം, മറ്റേ നമ്മുടെ മെയിൻ കളറായ ബ്ലാക്ക് അടിക്കാമെന്ന് വിചാരിക്കണം. ഓ ഗൈസ്, നമ്മൾ വണ്ടി എടുത്തപ്പോൾ തന്നെ അവിടെ പോയിട്ട് ഒന്ന് ജസ്റ്റ് ഇടിച്ചിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അതായത് വർക്ക്ഷോപ്പിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. നമുക്കിതിന് ബ്ലാക്ക് അടിക്കാം, ടിൻ്റ് അടിക്കാം, ഗ്ലാസ് ഒക്കെ തിരിച്ചിട്ടുണ്ട്. ഒക്കെ ബ്ലാക്കാണ്, എല്ലാം ബ്ലാക്കിൻ്റെ കളിയാണ് ഗൈസ്. ഇനി ഹോണൊക്കെ അതൊക്കെ തന്നെ മതി. ഇനി വീലല്ലേ, ഇത് വേണ്ട, ഇത് അടിപൊളി വീല് ഗൈസ്. അതല്ല ഇത്, ഇതന്നെ. ഇതിൻ്റെ കളറ് നമുക്ക് ഒരു റെഡ് കൊടുക്കാം ഗൈസ്. റെഡാണ്, ബ്ലാക്കിൻ്റെ കൂടെ റെഡ് ഇച്ചിരി നല്ല കളർ തന്നെയാണ് ഗൈസ്. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ് ചെയ്യാത്തവർ സബ് ചെയ്യുക. അതെപ്പോഴും ഓർമ്മിപ്പിക്കുകയാണ് ഗൈസ് നമ്മൾ. അപ്പോൾ നമുക്ക് വണ്ടി ഓടിക്കാം ഗൈസ്. ഇതാരാണിത്? എടാ ഞങ്ങളെ കൂടി നിന്റെ വണ്ടി കൊണ്ടുപോകും. അയ്യോ എടാ വണ്ടി കൊണ്ടുപോകാനടാ പറഞ്ഞ് മാറിക്ക് സാറേ, ഇത് എൻ്റെ പുതിയ വണ്ടി. സാറൊക്കെ ഞാനൊരു കുറ്റം ചെയ്ത സാറിന് ജാക്കേ എന്ന് പറഞ്ഞ് ഓടി വരുമല്ല. ഇതിൽ നമ്മൾ നൈട്രോ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. എന്താ നല്ല സ്പീഡിലൊക്കെ പോകുന്നുണ്ട്. ഇവൻ എന്താ ഇവിടുന്ന് വന്നത്? സത്യം പറഞ്ഞാൽ അവനെ നമ്മൾ ശരിക്കും പോയി കുത്തിയിട്ട് എവിടുന്ന് വന്നാന്ന് പറഞ്ഞാണ് ഗൈസ്. നമ്മളിപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട്. താറൊക്കെ അവിടെ ഇരിക്കണ്ട ഗൈസ്. ഇനി അവരെവിടെയാണാവോ? ഫെലിക്സ് ഇത് എവിടെ പോയി കിടക്കുക? ഇവനെ കൊണ്ട് ഇവിടെ ഉണ്ടോ ഫെലിക്സേ? ആടാ ഞാനും ഇവിടെ ഉണ്ട്. നമുക്ക് ഒരു ഇത് പോയാലോ? നീ എൻ്റെ വണ്ടി ഉണ്ടോ? എന്റെ മോനെ ഇത് ഏതോ വണ്ടി? ഇതാണ് സ്കോർപ്പിയോ. എനിക്ക് ഇത്ര ഒരു സ്കോർപ്പിയോ അറിയില്ലേ? അറിയാ. എങ്ങോട്ടാ പോവാ? താറെടുത്തിട്ട് താരെടുത്തിട്ടേ പോവുള്ളൂ. പിന്നെ അതൊക്കെ എടുത്ത നിന്നെ ഞാൻ കറക്കാൻ കൊണ്ടോടാ. അവനെ കറക്കി തരാം ഞാൻ എന്തായാലും കുറച്ചു നേരം വണ്ടി എടുത്തോണ്ടോ സ്കോർപ്പിയോ. ഉണ്ടല്ലോ ഗൈസ്, പുതിയ വണ്ടി വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് അടിച്ചു മാറ്റാൻ തിണ്ടി കൂട്ടുകാർ നിങ്ങൾക്കുണ്ടോ? കമന്റ് ബിലോ ഗൈസ്. നമുക്ക് എന്തായാലും പോവും. ഇതാരോ വിളിക്കുന്നത്? ആരാ? ഹലോ, ഞാൻ ഇൻസ്പെക്ടർ. നീ ഒന്ന് സ്റ്റേഷൻ വരെ വരണം. സ്റ്റേഷനിൽ എന്തിനാ സാറേ? വായോ, അപ്പൊ ഞാൻ എന്തായാലും പറയാം. ഇതെന്താണ്? സ്റ്റേഷനിലേക്ക് വരാനോ? എടാ ഫെലിക്സേ. ആടാ എന്താടാ? നമ്മളെ സ്റ്റേഷനിലേക്ക് വിളിക്കാണ്. അടിപൊളി. നീ വല്ല കുരുത്തക്കേട് ഒപ്പിച്ചോ? ഞാനൊന്നും ചെയ്തിട്ടില്ല, സത്യം പറയാം. ഷോറൂം വണ്ടിയുടെ ബ്രേക്ക് പോയെന്നൊരു സംശയം. ഭാഗ്യം ഇവിടെ നിർത്തി. പക്ഷെ നമുക്ക് ഇങ്ങോട്ട് കയറാം. നീ ഇതെവിടുന്നാണോ വന്നു? മരഭൂതമേ. ഞാൻ മനുഷ്യനെ സാറേ, മരഭൂതൊന്നുമല്ല. പോലീസ് സ്റ്റേഷന്റെ ഉള്ളിലേക്ക് ഇട്ടാളാ വണ്ടി അടിച്ചു കയറ്റുന്നത്. അല്ല, വണ്ടി ഒന്ന് നിന്നു. പിന്നെ എന്റെ കൺട്രോളിൽ എന്താ സാറേ ഇത് ഇറക്കി. ഞാൻ മരഭൂതത്തിനെക്കാളും വേഗം വന്നിട്ടോ പറയണില്ലേ? വെയില് കൊള്ളിക്കാൻ പോവല്ലേ സാറേ? വെയില് കൊള്ളു. നിനക്കൊക്കെ കൊള്ളണല്ലോ. കേറിപ്പോളാ. നിന്നെ അടുത്ത് ആരാ ഇവിടെ നിക്കാൻ പറഞ്ഞേ? ഇയാളൊക്കെ ഇവിടെ ആരും ഇല്ലേ, നമ്മള് മാത്രമേ ഉള്ളൂ. ഈ കാരണമാണ് എല്ലാം നടന്നേ. എന്നെ അടിച്ചിട്ടുണ്ടല്ലോ ഞാൻ കരയ്ക്കും ഇവിടെ. നീ കരഞ്ഞോ? ഇവിടെ പുതിയ ആൾക്കാര് വന്ന ആ ചേട്ടന്മാരാരാ? നമ്മള് ഗുണ്ടവാസിന്റെ പിള്ളാര്. എന്താ സാറേ? സാറേ എന്താ? ഒന്നല്ല, നമുക്കൊരു സുഖം. നമുക്ക് കൈ ധരിക്കുന്നുണ്ട്. എന്നാ നിങ്ങള് ഹോസ്പിറ്റലിൽ കടിക്കല്ലേ? ആ സാറുമാരോട് പറ. പറ്റൂല. ഇതാണ് ഞങ്ങൾക്ക് വേണ്ടത്. എന്നാ ഞമ്മക്കും തന്നെ വേണ്ട. നിന്നൊക്കെ കുറച്ച് തരാന്ന് നല്ല വിചാരിച്ചിട്ട് അടിക്കുന്നോളാം. എടാ ഫെലിക്സ് ആണെങ്കിൽ അടിക്ക്. ഞാൻ പിന്നെ അനങ്ങാതെയാണ് ഓരോരുത്തരെ കുത്തിരുന്ന്. അല്ല പിന്നെ ഒരാളെങ്കിലും അടിച്ചു. പുഷ്പടാ ഇതാടാ കണ്ട ജയിൽപ്പുള്ളിയോട്ടൊക്കെ തല്ലുണ്ടാക്കാനാ അവന്റെ പണി. സോറി സാറേ, ഞങ്ങൾ കേറിപ്പോട്ടെ. ഗൈസ്, നമ്മളിങ്ങനെ ജയിലിൽ വീണ്ടും വന്നിരിക്കുകയാണ്. ഇത് എന്ത് ഗൈസ്? ഇവിടെ ഒരു ചേട്ടൻ വന്നിട്ടുണ്ട് ഗൈസ്. 3 days later. ഗൈസ്, നമ്മളിപ്പോ കുറച്ച് ദിവസം ജയിലിലൊക്കെ ഇട്ടു. അപ്പൊ നമ്മൾ ഇറങ്ങാനൊക്കെ പോവണേന്ന്. എന്താ ഇറങ്ങ്. ഞാൻ ഇപ്പൊ ജയിൽ ഓർക്കുന്നതാണ്. ഇറങ്ങുക, എല്ലാവരും ഇറങ്ങുക കേട്ടോ. എല്ലാവരും അല്ലേ, നിങ്ങൾ രണ്ടുപേരും മാത്രം. എന്നാ നമ്മക്ക് വണ്ടി എടുത്ത് പോവാം. കേറ്. അട്ട നോക്കിക്കണ്ടേ? നമ്മള് കേറി. അവിടെ നിൽക്ക, ഞാൻ തിരിക്കട്ടെ. അല്ലെങ്കിൽ മേത്ത് കൂടെ കയറ്റും. മാർക്ക് പോലീസ് സ്റ്റേഷന്റെ ഉള്ളിൽ നിന്ന് തിരിക്കേണ്ട അവസ്ഥ. ഇറക്കിയല്ലേ എങ്ങനെയും അല്ലേ? അമ്മേ നീ എന്ത് തേങ്ങയുടെ കാണിച്ച്? ഇന്ന് വണ്ടി ഓടിച്ചൊക്കെ എന്തൊക്കെയായിരുന്നു. എണീക്ക്. രണ്ടാളടിച്ചിട്ടിട്ടാണോ വണ്ടി ഓടിക്കുന്നത്? എണീച്ച് കുറെ നേരം കിടന്നു തുടങ്ങി. ഇതാരാ വിളിക്കുന്നത്? ഹലോ
നിന്റെ താർ എന്റെ കയ്യിലുണ്ട്. എന്റെ താറ് വേണമെങ്കിൽ വരിക ജംഗിളിന്റെ നടുക്കുള്ള വീട്ടിലേക്ക്. കമോൺ, അതിനെ കൊല്ലുവാടാ. ഇങ്ങോട്ട് വാ. ഇവർക്ക് എല്ലാവർക്കും ഈ ജംഗിളിന്റെ നടുക്കുള്ള വീട്ടിനോട് ഇത്ര താല്പര്യം അല്ലാന്ന്. എല്ലാരും എന്റെ വണ്ടിയൊക്കെ കൊണ്ട് ജംഗിളിന്റെ നടുക്കുള്ള വീട്ടിൽ കൊണ്ടിടും. ആ വാട ഫെലിക്സേ, ഓ എന്നെ കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല എന്നറിയാം. എന്നാലും വാ കേറാ. നമ്മുടെ വണ്ടി അവിടെ ഇരിക്കുന്നുണ്ട്, എന്നാലും അവർക്ക് കൊടുത്തിട്ട് പോരെ. ഓ ഇവിടെ നിൽക്കണ്ടല്ലോ എല്ലാരും, ഇങ്ങോട്ട് വാടാ. മോനെ പേടിച്ചു പോയോ? ഇല്ല കേട്ടാ, പേടിച്ചില്ല. പേടിക്കുന്ന കുടുംബത്തിലല്ല നമ്മള് പറന്ന്. നീ ആരണ വമ്പാട ഹൈദരലിന്റെ മോനോ? അതൊക്കെ നിക്കട്ടെ, ഞമ്മള് നിങ്ങളെ കൊല്ലാൻ. ഇതൊക്കെ എന്താ RPG ഒക്കെ മാറ്റാ? ഓ RPG വേണ്ടെങ്കിൽ നമ്മള് കയ്യേറ്റടിക്കാം. എന്നാലേ മച്ചാമാരെ തച്ചു കൊല്ലവനെ. മുതലെടുക്കണേ സജി. എടാ അടിക്ക്. ചത്ത് ചത്ത് ആ ചത്ത് ചത്ത് ഇവനും ചത്ത്. യെസ്, ഐ ആം ദി വിന്നർ ഓഫ് ദി വീക്ക്. ഒരൊറ്റാളെ കൊന്നിട്ട് അവന്റെ ഇതാണ് ഗൈസ് ഇവന്റെ ബോഡിയൊക്കെ. ഓക്കെ ഡാടാ എങ്ങോട്ടൊക്കെയാടാ? എടാ മോനെ, സൈഡ് ഷോട്ട്. അയ്യോ എടാ നീ അവന്റെ എവിടേക്കൊക്കെയാടാ എയിം ചെയ്ത്? ഞാൻ വേറെ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല. ആ വണ്ടി അവിടെ ഇറക്കട്ടെ കേട്ടോ. ഞാൻ അടുത്ത് വരാം. നീ എടുത്തിട്ട് വന്നാൽ മതി, പിന്നെ അല്ലെങ്കിൽ ഞാൻ നിന്റെ ഇതിൽ കൊണ്ടുപോവാം. ഗൈസ് നമ്മളിപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് വീട്ടിൻ്റെ ഉള്ളിൽ കയറാം. അവൻ വന്നില്ല, അടിച്ചവനറിയാം ഗൈസ്. എങ്ങോട്ടേലും പോയാൽ മതി, തിരിച്ചു വരുന്ന ഒരു ഇതില്ല. കൾച്ചർലെസ് മാൻ ഗൈസ് എത്തിയ കൾച്ചർലെസ് മാൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടു. അപ്പോൾ ഗൈസ് വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ആൻഡ് സബ്. ഗുഡ് ബൈ.